ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ സാധാരണ ഇഡ്ഡലിയൊക്കെ കഴിച്ച് ബോറായിയോ? എന്നാൽ നല്ലൊരു സൂപ്പർ റായി ഇഡ്ഡലി നമുക്ക് ഉണ്ടാക്കിയാലോ? ഇത് വന്നിട്ട് എല്ലിനും ആർട്ടിനും വളരെ നല്ലതാണ്. ഒരു എനർജി കിട്ടുവാനും വളരെ നല്ലതാണ്. ഇതിന് വേണ്ടതായിട്ട് ഒരു കപ്പ് ഉഴുന്നാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് നമ്മൾ വെള്ളം ഒഴിച്ച് ഒരു 4 മണിക്കൂർ നേരം കുതിരാനായിട്ട് വയ്ക്കാം. അങ്ങനെ 4 മണിക്കൂർ കഴിഞ്ഞു കുതിർന്നു. നമ്മൾ അതൊരു ജാറിലിട്ട് അരച്ചെടുക്കുകയാണ്. ഇനി നമുക്ക് ഇത് അടപ്പ് വെച്ച് നല്ല രീതിയിൽ അരച്ചെടുക്കാം. നല്ല നൈസായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഇഡ്ഡലി നല്ല സോഫ്റ്റായി കിട്ടും. അങ്ങനെ നമ്മുടെ ഉഴുന്ന് നല്ലപോലെ അരഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഒരു 1/2 കപ്പ് അവലാണ്, അത് പേപ്പർ അവലാണ്, ഒന്ന് നനച്ച് ഞാൻ ഈ ഉഴുന്നിക്കൂടെ ഇട്ട് ഒന്നും കൂടി അരച്ചെടുക്കുകയാണ്. കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നമുക്കൊന്ന് അരച്ചെടുക്കാം. നമ്മുടെ ചാനലിൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അങ്ങനെ നമ്മുടെ അവലും ഉഴുന്നും നല്ലപോലെ ഇതേപോലെ അരിഞ്ഞ് വന്നിട്ടുണ്ട്. അങ്ങനെ 1.5 കപ്പ് റായിപ്പൊടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഉഴുന്ന് അരച്ച നമുക്ക് ജാറൊന്ന് കഴുകി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ഇത് ഉഴുന്ന് മാത്രം അരച്ചെടുത്താൽ മതി. പിന്നെ റാഗി പൊടിയാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. നല്ലപോലെ ഇതേപോലെ ആക്കി വന്നിട്ടുണ്ട്. ഇനി 1/2 ടീസ്പൂണ് ഉപ്പും കൂടിയിട്ട് ഞാൻ കലക്കി വയ്ക്കുകയാണ്. ഇതൊരു 8 മണിക്കൂർ നേരം വെച്ച് കഴിഞ്ഞാൽ നല്ല പോലെ നമ്മുടെ മാവ് പൊങ്ങി വരും. അത് രാത്രിയാണെങ്കിൽ രാത്രി അരച്ച് വെച്ചാൽ നേരം വെളുക്കുമ്പോൾ നമുക്ക് ഇതേമാതിരി മാവ് നല്ല പോലെ പൊങ്ങി കിട്ടും. ഇതിൽ നമ്മുടെ മാവ് അങ്ങനെ നല്ല പോലെ ഇതേമാതിരി പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ നല്ല പോലെ വീർത്ത് വരും. ഇത് അധികം നമുക്ക് പണികളില്ല. നമുക്ക് ഉഴുന്ന് മാത്രം ഒന്ന് അരച്ചെടുത്താൽ മതി. അതേപോലെ അവലും ഒന്ന് ഉഴുന്നിക്കൂടെ ഇട്ട് ഒന്ന് കറക്കിയെടുത്താൽ മതി. അങ്ങനെ നമ്മൾ കുറച്ച് അണ്ടിപ്പരിപ്പ് ഇവിടെ എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇനി ഒരു 1/2 ടീസ്പൂണ് നെയ്യ് ഞാൻ ഒഴിച്ചു കൊടുത്ത് അതൊന്ന് വറുത്തെടുക്കാം. നെയ്യ് ഉരി വരുമ്പോൾ നമുക്ക് അണ്ടിപ്പരിപ്പ് ഒന്ന് വറുത്തെടുക്കാം. ഒന്ന് ചോക്കുന്ന വരെ നമുക്ക് ഒന്ന് വറുത്തെടുക്കാം. ഇനി ഞാൻ ക്യാരറ്റ് ചിരണ്ടി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ക്യാരറ്റും ഈ അണ്ടിപ്പരിപ്പും കൂടി ഒന്ന് മിക്സ് ചെയ്ത് വെച്ച് നമ്മൾ ഇഡ്ഡലി കോരി ഒഴിക്കുമ്പോൾ നമ്മൾക്കത് ഒരു ലെയർ ഇഡ്ഡലി ഒഴിച്ച് അതിൻ്റെ മുകളിൽ ഇത് നമുക്ക് ഓരോ ടീസ്പൂണ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇഡ്ഡലി കഴിക്കുമ്പോൾ നമുക്ക് വളരെയധികം ടേസ്റ്റായിരിക്കും. കുട്ടികളൊക്കെ സാധാരണ ഇഡ്ഡലി കഴിക്കാൻ മടിയാണ്. എന്നാലും നമ്മൾ ഇത് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ അവർക്കും നല്ലൊരു ടേസ്റ്റ് തോന്നിക്കും, അവർ കഴിച്ചോളും. ഇനി നമുക്ക് ഇഡ്ഡലി പാത്രം അടപ്പത്ത് വയ്ക്കുക. ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഈ തട്ടിലേക്ക് പുരട്ടി കൊടുക്കുകയാണ്. ഇനി നമ്മൾക്ക് അതിൽ ഓരോന്നായിട്ട് കോരി ഒഴിക്കാം. ഇതേമാതിരി ഓരോ കയ്യിൽ നമ്മൾ കോരി ഒഴിച്ച് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ക്യാരറ്റും അണ്ടിപ്പരിപ്പും കൂടി നടുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതേപോലെ നമുക്ക് ഓരോ കയ്യിൽ ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് ഓരോ കയ്യിലും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇതാർക്ക് വേണമെങ്കിലും കഴിക്കാവുന്നതാണ്. കാലത്ത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ കഴിക്കാൻ വളരെ നല്ലതാണ്. ഇനി നമുക്ക് പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. ഇതേപോലെ തന്നെ ബാക്കിയുള്ള മാവും നമുക്ക് കോരി ഒഴിച്ച് ഉണ്ടാക്കിയെടുക്കാം. എല്ലാം ഇതേമാതിരി നമുക്ക് ചുട്ടെടുക്കാം. ഇങ്ങനെ വളരെ എളുപ്പമായിട്ട് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് ഒരു ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കാം.
ഇത് ഒരു ചട്ടിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നമുക്ക് വളരെ നല്ലതാണ്. ഏത് ചട്നി ആയാലും കുഴപ്പമില്ല. ഇനി നമുക്ക് അടപ്പ് വെച്ച് വേവിക്കാം. അങ്ങനെ നമുക്ക് അടപ്പ് തുറന്ന് നോക്കാം. നമ്മുടെ ഇഡ്ഡലി വെന്ത് കാണും. അങ്ങനെ നമ്മുടെ ഇഡ്ഡലി നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തണുക്കുമ്പോൾ ഒന്ന് കുത്തിയെടുക്കാം. ഈ റെസിപ്പി നിങ്ങൾ വീടുകളിൽ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. വളരെ ടേസ്റ്റിയാണ്, അതേപോലെ ആരോഗ്യത്തിനും നല്ലതാണ്. അടുത്തൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ.